വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് ആദ്യം തന്നെ പോവുകയാണ്. ഇടുക്കിയിൽ ഇരിങ്ങാലക്കുട സ്വദേശിയായ അഭിഭാഷകയെ ഭർത്താവ് ക്രൂരമായി മർദ്ദിച്ചെന്ന് പരാതി. കഞ്ഞിക്കുഴിയിലെ ഭർത്തൃ വീട്ടിൽ വെച്ചും ബംഗളൂരുവിൽ വെച്ചും ആക്രമിച്ചെന്ന് യുവതി പറയുന്നു. ബിസിനസ്സുകാരനും ഇടുക്കി കഞ്ഞിക്കുഴി സ്വദേശി മനു പി മാത്യുവിനെതിരെയുമാണ് ഈ പരാതി ഉള്ളത്. ആ പ്രതികരണത്തിലേക്ക്. ബാംഗ്ലൂരും എൻ്റെ ഇരിഞ്ഞാലക്കുടയിൽ എൻ്റെ വീട്ടിൽ വരുമ്പോഴും മദ്യപിച്ച് എന്നെ ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു. 2024 ഫെബ്രുവരിയിൽ ഞാനിതുപോലെ ഫസ്റ്റ് ടൈം പ്രഗ്നൻ്റ് ആയി അറിഞ്ഞതിന് ശേഷം ഇതെൻ്റെ കുഞ്ഞല്ല, ഇത് ആരുടെ കുഞ്ഞാന്ന് എനിക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ മാനസികമായി ഒരുപാട് വിഷമിപ്പിച്ച് ഉപദ്രവിക്കുമായിരുന്നു. അതിനുശേഷം ആ കുഞ്ഞിനെ എന്നെ അബോർട്ട് ചെയ്യിപ്പിച്ചു അദ്ദേഹം നിർബന്ധിച്ച്. ആദ്യം പില്ല് തരികയും പിന്നീട് അത് വർക്കാവാതെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ ഹോസ്പിറ്റലിൽ പോയി എന്നെ നിർബന്ധിച്ച് അബോർട്ട് ചെയ്യിപ്പിച്ചു. വിവാഹം കഴിഞ്ഞ് 2-ാം ദിവസം മുതൽ പീഡനം ആരംഭിച്ചെന്നും ഗർഭിണിയായിരിക്കെ തിളച്ച എണ്ണ ശരീരത്തിൽ ഒഴിച്ചെന്നും യുവതിയുടെ വെളിപ്പെടുത്തൽ. എൻ്റെ ഇരിഞ്ഞാലക്കുടയിൽ എൻ്റെ വീട്ടിൽ വരുമ്പോഴും മദ്യപിച്ച് എന്നെ ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു. ഞാനൊരു തവണ ഇതുപോലെ ഇൻസ്റ്റഗ്രാമിൽ ഒരു സെൽഫി ഫോട്ടോ ഇട്ടതിൻ്റെ പേരിൽ എന്നെ ശ്വാസം മുട്ടിച്ച് കാലുകൊണ്ട് എൻ്റെ കഴുത്തിൽ ഞെക്കിപ്പിടിച്ച് എന്നെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിച്ചിരുന്നു. പിന്നീട് 2024 ഫെബ്രുവരിയിൽ ഞാനിതുപോലെ ഫസ്റ്റ് ടൈം പ്രഗ്നൻ്റ് ആയി അറിഞ്ഞതിന് ശേഷം ഇതെൻ്റെ കുഞ്ഞല്ല, ഇത് ആരുടെ കുഞ്ഞാന്ന് എനിക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ മാനസികമായി ഒരുപാട് വിഷമിപ്പിച്ച് ഉപദ്രവിക്കുമായിരുന്നു. അതിനുശേഷം ആ കുഞ്ഞിനെ എന്നെ അബോർട്ട് ചെയ്യിപ്പിച്ചു അദ്ദേഹം നിർബന്ധിച്ച്. ആദ്യം പില്ല് തരികയും പിന്നീട് അത് വർക്കാവാതെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ ഹോസ്പിറ്റലിൽ പോയി എന്നെ നിർബന്ധിച്ച് അബോർട്ട് ചെയ്യിപ്പിച്ചു. ആ സമയത്ത് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതേ ചൊല്ലി ഞങ്ങൾക്കൊരു വിഷയം ഉണ്ടായി കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിലോട്ട്, ഞാൻ കുക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ കയ്യിലോട്ട് തിളച്ച എണ്ണ കോരി ഒഴിച്ചു ഇദ്ദേഹം. സുഹൃത്തിനോട് സംസാരിച്ചതിനും ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ സ്റ്റോറി പങ്കുവച്ചതിനും ട്രോളി ബാഗ് ഉൾപ്പെടെ ഉപയോഗിച്ച് മർദ്ദിച്ചെന്ന് യുവതി വ്യക്തമാക്കി. സ്ഥിരം മദ്യപാനിയും ലഹരി ഉപയോഗിക്കുന്ന ആളുമാണ് മനു പി മാത്യുവെന്ന് യുവതി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. പീഡന വിവരം വെളിപ്പെടുത്തിയതിന് പിന്നാലെ തന്റെ സഹോദരനെ മനു പി മാത്യു ഭീഷണിപ്പെടുത്തിയെന്നും യുവതി പറയുന്നു. ഒരു ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ മെസ്സേജ് അയച്ചതിൻ്റെ പേരിൽ രാത്രി 2 മണിക്ക് എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ഒരു തവണ ഇതുപോലെ ട്രോളി ബാഗ്, ഞങ്ങൾ പുറത്ത് പോയി വന്നതിൻ്റെ ഒരു ട്രോളി ബാഗ് മുറിയിലുണ്ടായിരുന്നു. അതിൽ നിറച്ച് ഡ്രസ്സും സാധനങ്ങളായിട്ട് നല്ല ഹെവി ആയിട്ടുള്ള ട്രോളി ബാഗായിരുന്നു. എന്തോ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് വഴക്കായതിൻ്റെ പേരിൽ അത്രയും ഹെവി ആയിട്ടുള്ള ട്രോളി ബാഗ് എൻ്റെ പുറത്തോട്ട് എറിഞ്ഞ് എനിക്ക് 2 ദിവസം നടക്കാൻ പറ്റാതെ ഞാൻ മുറിയിൽ തന്നെയായിരുന്നു. അന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോകണമെന്ന് ആവശ്യപ്പെട്ടിട്ടും എന്നെ കൊണ്ടുപോയില്ല. സ്ഥിരമായി മദ്യപിക്കുന്ന ഒരാളാണ്. ഡ്രഗ്സ് വല്ലപ്പോഴേ ഉള്ളൂ, എപ്പോഴും ഇല്ല, വല്ലപ്പോഴും. എല്ലാ ദിവസവും മദ്യപാനമുണ്ട്. ഒരു 7 ദിവസത്തിൽ 6 ദിവസം മദ്യപാനമുണ്ട്. ഒരു ദിവസം എങ്ങാനും മദ്യപിച്ചില്ലെങ്കിലേ ഉള്ളൂ. സ്ഥിരമായി മദ്യപിക്കുന്ന ഒരാളാണ്. മദ്യപിച്ച് കഴിഞ്ഞാലും ഉപദ്രവിക്കും. കൂടുതൽ വിവരങ്ങളുമായി അനൽക്ക സ്റ്റേജ് ചേരുന്നു. അനൽക്ക, എന്തായാലും അതിക്രൂരമായ പീഡനമാണ് ഈ യുവതി നേരിട്ടത് ഭർത്താവിൽ നിന്ന്. എന്തായാലും ലഹരിക്ക് അടിമയാണെന്ന തരത്തിൽ തന്നെ മനസ്സിലാക്കുന്നു ആ പ്രതികരണങ്ങളിൽ നിന്ന്. എല്ലാ ദിവസവും മദ്യപിക്കുന്നുണ്ട്, ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ട്, ആ അർത്ഥത്തിലൊക്കെ അയാളുടെ ഭാര്യ തന്നെ പറയുന്നു. പക്ഷേ ഇതിൽ പോലീസിലേക്ക് ഈ പരാതി എത്തിയിട്ടുണ്ടോ? എന്തെങ്കിലും നടപടികൾ ആ രീതിയിൽ നടക്കുന്നുണ്ടോ? രുചീഷ്, കഴിഞ്ഞ 3 വർഷത്തിലധികമായി ഈ യുവതി അഭിഭാഷകയായിട്ടുള്ള തൃശ്ശൂർ ഇരിഞ്ഞാലക്കുട സ്വദേശിയായിട്ടുള്ള യുവതി ഈ ഭർത്താവിൽ നിന്ന് അതിക്രൂരമായിട്ടുള്ള പീഡനമാണ് അനുഭവിക്കുന്നത്. അതായത് ഈ ബാംഗ്ലൂരിലെ വീട്ടിൽ വെച്ചും ഈ മനുവിൻ്റെ ഈ ഇടുക്കി കഞ്ഞിക്കുഴി സ്വദേശിയായിട്ടുള്ള മനുവിൻ്റെ ബാംഗ്ലൂരിലുള്ള വസതിയിൽ വെച്ചും അതോടൊപ്പം തന്നെ ഇടുക്കി കഞ്ഞിക്കുഴിയിലുള്ള ഫാം സ്റ്റേയിൽ വെച്ചിട്ടും അതിക്രൂരമായ പീഡനത്തിനാണ് ഈ യുവതി ഇരയായിട്ടുള്ളത്. അതായത് നിരന്തര സംശയരോഗത്തിൻ്റെ പേരിലും ഈ യുവതിയെ മർദ്ദിച്ചു. അതോടൊപ്പം തന്നെ ഈ ലഹരി ഉപയോഗിച്ചും മദ്യപിച്ചുകൊണ്ടും ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടും യുവതിയെ മർദ്ദിക്കുന്നൊരു സാഹചര്യമുണ്ടായി. കഴിഞ്ഞ 3 വർഷത്തിലധികമായി ഈ പീഡനം യുവതി അനുഭവിക്കുകയാണ്. അതായത് നിരന്തരമായി ലൈംഗിക ബന്ധത്തിന് പ്രേരിപ്പിച്ച ശേഷം പിന്നീട് അതായത് ഈ ഗർഭനിരോധന ഗുളികൾ നിർബന്ധപൂർവ്വം കഴിപ്പിക്കും. അതോടൊപ്പം തന്നെ ഗർഭിണിയായാൽ തന്നെ ഇത് തൻ്റെ കുഞ്ഞല്ല എന്ന് പറഞ്ഞുകൊണ്ടും യുവതിയെ മർദ്ദിക്കുകയും ചെയ്തു. അതിനുശേഷം തന്നെ ഈ ബാംഗ്ലൂരിലെ വീട്ടിൽ വെച്ച് യുവതിയെ നിരന്തരം മർദ്ദിച്ചുകൊണ്ട് അവശയാക്കി പിന്നീട് ചികിത്സ പോലും നൽകാതെ ബാംഗ്ലൂരിലുള്ള ഈ മനുവിൻ്റെ ഫ്ലാറ്റിൽ വെച്ച് യുവതിയെ റൂമിൽ പൂട്ടിയിടുന്നൊരു സാഹചര്യമുണ്ടായി. 2023 ഈ യുവതിയും അതോടൊപ്പം തന്നെ അഭിഭാഷകൻ യുവതിയും അതോടൊപ്പം തന്നെ
തന്നെ ഈ മനു പി മാത്യുവുമായുള്ള വിവാഹം കഴിയുന്നത്. ആ വിവാഹം കഴിഞ്ഞതിന് 2ാം ദിവസം മുതൽ ഇത്തരത്തിൽ പീഡനം തുടരുകയാണ്. ആദ്യ പീഡനം എന്ന് പറയുന്നത് അതായത് മനു വിളിച്ചത് യുവതി കേൾക്കാത്തതിനെ തുടർന്നായിരുന്ന ആദ്യത്തെ പീഡനം എന്ന് പറയുന്നത് യുവതിയുടെ മുഖത്തടിച്ചു. അതിനുശേഷം അവിടെ നിന്ന് അങ്ങോട്ട് നിരന്തരമായ പീഡനമായിരുന്നു. മുഖം ചുമരിലേക്ക് അമർത്തിക്കൊണ്ട് ഈ യുവതിയുടെ മുഖത്ത് പരിക്കേറ്റു. അതോടൊപ്പം തന്നെ കാറിൻ്റെ ഡാഷ്ബോർഡിലേക്ക് മുഖം അമർത്തി പിടിച്ചുകൊണ്ട് മർദ്ദിച്ചു. കാലുപയോഗിച്ചുകൊണ്ട് കഴുത്തിൽ അമർത്തിക്കൊണ്ട് അത്തരത്തിൽ ശ്വാസം മുട്ടിച്ചുകൊണ്ട് മർദ്ദിക്കുന്ന സാഹചര്യം. ഇവിടെ ട്രോളി ബാഗ് ഉപയോഗിച്ചുകൊണ്ട് മർദ്ദിച്ചു. അതോടൊപ്പം തന്നെ ആൺസുഹൃത്ത് വിളിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഒരു സംശയത്തിൻ്റെ രോഗത്തിൻ്റെ പേരിൽ ഈ കണ്ണിൻ്റെ ഭാഗത്ത് വരെ കൈകൊണ്ട് മർദ്ദിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ കൈകൊണ്ട് ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലൊക്കെ തന്നെ മർദ്ദിക്കുകയും ചെയ്തു. 2024 ആദ്യ ഗർഭിണിയായ സമയത്ത് തൻ്റെ കുഞ്ഞിൽ ഇത് അബോർഷൻ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ബാംഗ്ലൂരിലുള്ള ഈ മനു പി മാത്യുവിൻ്റെ സുഹൃത്തിൻ്റെ ഹോസ്പിറ്റലിലേക്ക് പോയി കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ യുവതിയെ കൊണ്ട് അബോർഷൻ ചെയ്യിപ്പിച്ചത്. അതോടൊപ്പം തന്നെ അതിനുശേഷം ഈ ഘട്ടത്തിൽ 2ാം നാൾ ഗർഭിണിയായ സമയത്താണ് ഈ യുവതിക്ക് ഈ അഭിഭാഷകയായിട്ടുള്ള യുവതിയുമായുള്ള ബന്ധം 9 മാസം ഗർഭിണിയായ സമയത്താണ് യുവതിക്ക് ഈ ബന്ധം വേർപ്പെടുത്താൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വക്കീൽ നോട്ടീസ് അയക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഈ അഭിഭാഷകയുടെ വീട്ടിലേക്കാണ് ഇത്തരത്തിൽ ഈ നോട്ടീസ് കിട്ടിയത്. എന്നാൽ ആ ഘട്ടത്തിൽ കുടുംബാംഗങ്ങൾ അഭിഭാഷകയോട് ഈ നോട്ടീസ് വന്ന കാര്യം പറഞ്ഞില്ല. പിന്നീടാണ് ഈ കുട്ടിയോട് ഇത്തരത്തിൽ ഈ വിവാഹബന്ധം വേർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് നോട്ടീസ് എന്ന കാര്യം പറയുകയും ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് ഈ യുവ വ്യവസായി എന്ന് പറയുന്നത് ബാംഗ്ലൂരിൽ ബിസിനസ്മാനാണ് ഈ മനു പി മാത്യു. അതുകൊണ്ട് തന്നെ പണം ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ കേസ് അട്ടിമറിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഈ യുവതിയുടെ കുടുംബാംഗങ്ങൾ നമ്മളോട് പറയുകയും ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ തൃശ്ശൂരിൽ വെച്ചായിരുന്നു കല്യാണഘട്ടത്തിൽ മറ്റ് കുടുംബാംഗങ്ങൾക്കൊക്കെ തന്നെ ഈ കല്യാണവുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ യുവതി ഇത്തരത്തിൽ നേരിട്ട പ്രശ്നം കുടുംബാംഗങ്ങളോട് പറഞ്ഞ സമയത്ത് മറ്റ് കുടുംബാംഗങ്ങളിൽ നിന്ന് പിന്തുണ ലഭിച്ചില്ലെന്നും യുവതി നമ്മളോട് പറയുകയും ചെയ്തിട്ടുണ്ട്. അതിൽ അതിക്രൂരമായ പീഡനമാണ് യുവതി നേരിട്ടത്. തൃശ്ശൂർ കാട്ടൂർ പോലീസിലാണ് യുവതി പരാതി നൽകിയത്. അതായത് ദുർബലമായിട്ടുള്ള വകുപ്പുകളാണ് ചുമത്തിയതെന്നാണ് യുവതി ഇന്നലെ നമ്മളോട് പറയുകയും ചെയ്തിട്ടുള്ളത്. മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകാനാണ് യുവതിയുടെ തീരുമാനം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ വിവാഹശേഷം ജോലിക്ക് അഭിഭാഷകയായിട്ടുള്ള യുവതിയോട് വിവാഹശേഷം ജോലിക്ക് പോകരുതെന്ന് പറഞ്ഞുകൊണ്ട് വിലക്കുന്ന സാഹചര്യമുണ്ട്. അത് പറഞ്ഞിട്ടും എന്തായാലും തൃശൂർ സ്വദേശിയായ യുവതിക്കാണ് ഇടുക്കിയിൽ ഭർത്താവിന്റെ വീട്ടിലും അതോടൊപ്പം ബംഗളൂരുവിൽ വെച്ചും അതിക്രൂരമായ പീഡനം ഏറ്റുവാങ്ങേണ്ടി വന്നത്. എന്തായാലും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് യുവതിയുടെ തീരുമാനം.